ഹലോ ഗൈസ്, എസ് കെ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ അണക്കാൻ പോകുന്ന ഒരു ഇഞ്ചിക്കറിയാണ്. അമ്മയാണ് അണക്കുന്നത്. അപ്പോൾ ശരി, നമുക്ക് എടുക്കാം. ഞങ്ങൾ ഇന്ന് ചെയ്യുന്നത് ഇഞ്ചിക്കറിയാണ്. അത് കാരം കളഞ്ഞാണ് കറിയാക്കുന്നത്. അതായത് ഇഞ്ചി കൊത്തിയരിഞ്ഞ് വെള്ളത്തിൽ ഇട്ടിട്ട് അത് ഞങ്ങൾ നന്നായിട്ട് ചതച്ച് പിഴിഞ്ഞ് അതിൻ്റെ ആ കാരം കളഞ്ഞിട്ടാണ് വറുത്ത് പീരയുടെ കൂടെ വറുത്ത് കറിയാക്കുന്നത്. ഇന്ന് ഞങ്ങൾ ചെയ്യുന്നത് ഇഞ്ചിക്കറിയാണ് വെക്കുന്നത്. അത് ഒരു 250 ഗ്രാം ഇഞ്ചിയാണ് ഞങ്ങൾ എടുക്കുന്നത്. നമ്മളത് ഇങ്ങനെ കല്ല് ചതച്ച് വെള്ളത്തിലിടും. എന്നിട്ട് ഇതിൻ്റെ കാരം പോകാൻ വേണ്ടിയാണ് വെള്ളത്തിലിടുന്നത്. അത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് ഞങ്ങൾ ഈ പിഴിഞ്ഞെടുക്കുകയുള്ളു. പിഴിഞ്ഞെടുത്ത് പിന്നെയും വേറൊരു വെള്ളത്തിലിട്ടിട്ടാണ് കാരം കളയുന്നത്. ഇങ്ങനെ ഇടണം. വറുത്ത് കോരി പീരയുടെ കൂടെ ഇങ്ങനെ തേങ്ങയുടെ കൂടെ അരച്ച് കറിയാക്കുന്ന ആൾക്കാരും ഉണ്ട്. നമ്മൾ ഇവിടെ ഇതിൻ്റെ കാരം കളഞ്ഞിട്ടാണ് ഇത് കറിയാക്കുന്നത്, വറുക്കുന്നത്. പീരയുടെ കൂടെ വറുക്കും. അതൊക്കെ പിന്നീട് കാണിക്കാം. ഇതിപ്പോൾ 1 മണിക്കൂർ നല്ലപോലെ ചതയണം. ഇത് കണ്ട, നന്നായിട്ട് ചതയണം. അതെ, ഇതിൻ്റെ കാരം കളഞ്ഞില്ലെങ്കിൽ വയറുവേദന ഉണ്ടാകും. അത് കാരണമാണ് ഇഞ്ചിയുടെ കാരം കളയാനായിട്ട് ഞാൻ ഇത് ചതക്കുന്നത്. ഞങ്ങൾ ഇന്ന് ഇഞ്ചിയാണ് കറി വെക്കുന്നത്. ഇഞ്ചി 250 ഗ്രാം ഇഞ്ചി ഞങ്ങൾ ചീവി ചതച്ച് അരകല്ല് ചതച്ച് പിഴിഞ്ഞ് അതെടുത്ത് വെച്ചിരിക്കുന്നതാണിത്. അത് ചതച്ച് പിഴിഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ ചൈര് പോലെ ഇരിക്കുന്നത്. ഇതിന് എണ്ണയിൽ വറുത്താണ് നമ്മൾ കറിയാക്കുന്നത്. ഇതിന് ചേരാനുള്ള സാധനങ്ങളാണ് ഈ ഇരിക്കുന്നതൊക്കെ: തേങ്ങ, ജീരകം, വെളുത്തുള്ളി, കൊച്ചുള്ളി, വേപ്പില, കുരുമുളക്. ഇത് രണ്ടും എല്ലാ കൂട്ടവും കൂടിയാണ് വറുക്കുന്നത്. വറുത്തതിൻ്റെ ശേഷം നമ്മൾ വറ പൊട്ടിച്ച് ഈ സാധനങ്ങളൊക്കെ പൊട്ടിച്ച് ഇട്ട് അതിൻ്റെ കൂട്ടത്തിലേക്ക് അരപ്പായിട്ട് ഇതെടുക്കും. അരപ്പായിട്ടാണ് എടുത്ത് കല്ലിലരക്കുന്നത്. അരപ്പായിട്ടെടുത്താണ് വറയിൽ ഒഴിച്ച് പറ്റിക്കുന്നത്. അതിന് ചേരേണ്ട പുളിയാണ് ഇരിക്കുന്നത്. പിന്നെ കടുക്, വെളിച്ചെണ്ണ, ഉപ്പ്, ശർക്കര. 1 കഷ്ണം ശർക്കര കൂടെ വേണം, എന്നാലേ ഇഞ്ചിക്കറി നന്നാവുള്ളൂ. നമ്മൾ കുറ്റിയടപ്പിലാണ് ഇത് വറുക്കുന്നത്. ഈ ഇഞ്ചിയാണ് ആദ്യം വറുക്കണം. അതിൻ്റെ കൂട്ടത്തിലാണ് ഈ പീരയും സാധനങ്ങളും ഒക്കെ വറുക്കുന്നത്. ഇഞ്ചി ഒരുവിധം മൂപ്പായതിൻ്റെ ശേഷമാണ് പീര ഇടുന്നത്. ഈ ഇഞ്ചി ചതച്ച് പിഴിഞ്ഞത് നമ്മളിത് ഈ എണ്ണയുടെ അകത്തിട്ട് മൂപ്പിക്കണം. അതിൻ്റെ വെള്ളം പറ്റിയതിൻ്റെ ശേഷം മാത്രമേ പീര ഇടാൻ ഒക്കുകയുള്ളൂ. ചിരണ്ടിയതാണ് ഇടുന്നത്. ഇത് 2 തേങ്ങയാണ് ചിരണ്ടിയത്. മീഡിയം തേങ്ങ 2 എണ്ണം ചിരണ്ടിയതുണ്ട്. ബാക്കി സാധനങ്ങളൊക്കെ ഇത് കുരുമുളക്, ജീരകം, വെളുത്തുള്ളി, കുരുമുളക് ഇതെല്ലാം ചേർത്ത് ഇത് വറുത്തെടുക്കണം. വറുത്തിട്ട് കല്ലിലാണ് അരച്ചെടുക്കുന്നത്. ഈ ഇഞ്ചിയും പീരയൊക്കെ മൂത്തിട്ടുണ്ട്. നമ്മൾ ഇതിൽ 1 സ്പൂണ് മല്ലിപ്പൊടി, 2 സ്പൂണ് മുളക് പൊടിയേ ചേർക്കണുള്ളൂ. കുരുമുളക് ചേർത്തത് കാരണം ചെറിയ രീതിയിലാണ് മുളക് പൊടി ചേർക്കുന്നുള്ളൂ. അത് ചേർക്കാൻ പോവുകയാണ്. മൂത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഇത് ഇറക്കി വെക്കും. നമ്മൾ ഇഞ്ചിക്കറി വെക്കാനുള്ളത് ഇഞ്ചി കൊത്തിയരിഞ്ഞതും പിന്നെ പീര വറുത്തതും. ഇത് കറിയാക്കാനുള്ള വറുത്തത് കല്ലിലാണ് അരക്കുന്നത്. അരച്ചതിൻ്റെ ശേഷം അതിന് വറ കൊടുത്ത് കറിയാക്കുള്ളൂ, പുളിയൊക്കെ പിഴിഞ്ഞ്.
ഇത് കല്ലിൽ തന്നെ അരക്കണത് ഒരാഴ്ച ഇരിക്കാൻ വേണ്ടിയാണ്. മിക്സിയിൽ അരച്ചാൽ ചിലപ്പോൾ ഇച്ചിരി വെള്ളമൊക്കെ തളിച്ചല്ലേ അരക്കാൻ പറ്റുള്ളൂ. അത് കാരണം എണ്ണയിൽ തന്നെയാണ് അരക്കണത്. വറുത്ത് വരുമ്പോൾ എണ്ണ ഉണ്ടാവും, ആ എണ്ണയിലാണ് ഇത് അരക്കുന്നത്. കണ്ടോ? നമ്മളിത് ഇഞ്ചിക്കറി ഇണക്കാനായിട്ട് വറവെടുക്കാൻ പോവുകയാണ്. കടുകിട്ട് ചേർത്തതെടുത്ത് ഇഞ്ചിക്കറി വെക്കുമ്പോൾ ഉണക്കമുളക് ഇച്ചിരി കൂടുതലായിട്ടിടണം. ഞാൻ അരപ്പ് അതിലേക്ക് ഒഴിക്കാൻ പോകണം. മൺചട്ടി വെച്ചാലാണ് സ്വാദ്, അതുകൊണ്ടാണ് മൺചട്ടിയിൽ ഇന്ന് ഞങ്ങൾ കറി വെക്കുന്നത്. ഇത് വറുത്ത് അരച്ച അരപ്പാണ് ഇത് ഇതിലേക്ക് ഈ വറയിലേക്ക് വെക്കുന്നത്. അതിൻ്റെ ശേഷം നമ്മൾ പുളി ഒഴിക്കും. പുളി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം ഒഴിക്കാവുള്ളൂ. പുളിവെള്ളം ഒഴിച്ചാണ് അത് അയച്ചെടുക്കുന്നത്. ഇതിൻ്റെ ശേഷം ഇച്ചിരി ശർക്കര കൂടെ ഇട്ട് വറ്റിച്ചെടുക്കും. ഇച്ചിരി കൂടെ അഴയാനുണ്ടായിരുന്നു, ഇച്ചിരി ഉപ്പും ഇടണം. ഇനി ഇതിൻ്റെ പാകത്തിനുള്ള ഉപ്പ് എടുത്തിട്ടെ, 1 സ്പൂൺ ഉപ്പ് കൂടി ഇട്ടു. ഇറക്കാൻ പോവുകയാണ്. ഇഞ്ചിക്കറിയായി കേട്ടോ, ഇറക്കിയാണ്. ആ ഇഞ്ചിക്കറിയുടെ ഒരു കുത്തലൊക്കെ ഉണ്ടാകല്ലേ, അത് മാറാനാണ്. കാരം മാറ്റിയത് കാരണം കുത്തലുണ്ടാകല്ലേ, എന്നാലും ഒരു സ്വാദ് കിട്ടാൻ വേണ്ടി ഇഞ്ചി നല്ല ജീരകമൊക്കെ ചേർത്താലേ ഒരു നല്ല മണവും സ്വാദും ഒക്കെ ഉണ്ടാവും. ശരിയായി. അവസാനം ചേർത്ത് ഇച്ചിരി ശർക്കര വേണം. ആ ശർക്കര കൂടെ ചേർത്താലേ സ്വാദുണ്ടാവുള്ളൂ. ആ ശർക്കര കൂടെ ഇച്ചിരി ചേർത്ത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.